സുൽത്താൻ ബത്തേരിയിലെ യൂസ് ഫിലിപ്പിന്റെ ഷോപ്പിലേക്ക് അപ്രതീക്ഷിതമായി ഒരു അതിഥി എത്തി. അതിഥിയെ കണ്ട ജീവനക്കാരും നാട്ടുകാരും എല്ലാം ഒന്ന് ഞെട്ടി. ആരാണ് അതിഥി എന്നറിയണ്ടേ? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പിന്തുടർന്ന് പിറകെ ഓടിച്ച തെരുവ് നായ്ക്കളെ ഭയന്ന് പുള്ളിമാൻ ഒരു ഷോപ്പിലേക്ക് ഓടിക്കയറുകയായിരുന്നു. സമീപത്തെ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങി കൂട്ടം തെറ്റിപ്പോയ ഈ പുള്ളിമാനെ തെരുവ് നായ്ക്കൾ കൂട്ടം ചേർന്ന് ഓടിച്ചുകൊണ്ടുവരികയായിരുന്നു. ഇതിനിടയിലാണ് ജീവനും കയ്യിൽ പിടിച്ച് ഈ കടയിലേക്ക് വന്ന് പുള്ളിമാൻ കയറുന്നത്. പിന്നീട് ട്രയൽ റൂമിൽ കയറിയ മാന്യെ വനംവകുപ്പൊക്കെ എത്തി വലയിട്ട് പിടിച്ചു കൊണ്ടുപോവുകയായിരുന്നു. നമുക്ക് ആ കാഴ്ചകൾ ഒന്ന് കാണാം. കാഴ്ചയ്ക്ക് എന്തായാലും നല്ല കൗതുകമുണ്ട്. കാരണം കണ്ണാടിക്കൊക്കെ മുമ്പിൽ നിന്ന് വളരെ സ്റ്റൈലായി നോക്കുന്നുണ്ട് ആ പുള്ളിമാൻ. കമൽ ചേരുന്നുണ്ട് ആ തത്സമയം. കമൽ, മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമാകുന്ന ഒരു നാളുകളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. കാട്ടാനയും കാട്ടുപന്നിയും കാട്ടുപോത്തും ഒക്കെ നാട്ടിൽ ഇറങ്ങി ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ ഇത്രത്തോളമാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ടൊക്കെ കണ്ടുവരുന്നുണ്ട്. അതിലൂടെ മനുഷ്യജീവൻ ഉണ്ടാകുന്ന ആപത്ത് എത്രത്തോളമാണ് എന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു പുള്ളിമാനാണ്. ആർക്കും ഒരു ശല്യവുമില്ല. സ്വന്തം ജീവൻ കയ്യിൽ പിടിച്ച് ഓടി വന്നൊരു കടയിലേക്ക് കയറുകയായിരുന്നു. കടക്കാരൊക്കെ എന്തായാലും ഞെട്ടിക്കാണുന്നത് ആരാണ് ഈ കസ്റ്റമർ എന്ന് കരുതിയിട്ടല്ലേ? സുൽത്താൻ ബത്തേരി ടൗണിലെ ലൂയിസ് ഫിലിപ്പിന്റെ ഷോറൂമിലേക്കാണ് പുള്ളിമാൻ ഓടിക്കയറിയത്. പുറത്ത് ബത്തേരിയെ കുറിച്ച് അറിയാത്ത ആളുകളെ സംബന്ധിച്ച് വലിയ ആശ്ചര്യമായിരിക്കും. നഗരത്തിൽ ലൂയിസ് ഫിലിപ്പിന്റെ ഷോറൂം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നഗരമധ്യത്തിലായിരിക്കും. അവിടേക്ക് ഒരു പുള്ളിമാൻ ഓടിക്കയറി എന്ന് പറയുമ്പോൾ, പക്ഷേ ഈ ബത്തേരി നഗരം വനത്തോട് ചേർന്ന്, പ്രത്യേകിച്ച് വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ വനത്തോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു നഗരമാണ് ബത്തേരി നഗരം. ഈ ലൂയിസ് ഫിലിപ്പ് ഷോറൂം എന്ന് പറയുന്നത് ബത്തേരി ടൗണിന്റെ തുടക്കത്തിൽ തൊട്ടപ്പൻകുളം എന്ന സ്ഥലത്താണ്. അവിടെ ഈ ഷോറൂമിന് എതിർവശത്ത് ബീനാച്ചി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ 500 ഏക്കറുള്ള ഒരു കാപ്പിത്തോട്ടമുണ്ട്. അത് മധ്യപ്രദേശ് സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള കാപ്പിത്തോട്ടം. അത് ഏതാണ്ട് വനം പോലെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശം. അതിനകത്തും വന്യജീവികളൊക്കെ ഉണ്ടാകും. അപ്പൊ ഈ മാന് തൊട്ടടുത്ത വനത്തിൽ നിന്നോ ഈ എസ്റ്റേറ്റിൽ നിന്നോ മറ്റേ കൂട്ടം തെറ്റി റോട്ടിൽ ഇറങ്ങി തെരുവ് നായ്ക്കൾ ഓടിച്ച് കൊണ്ടുവന്നതാണ്. അതിന്റെ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഓടി വന്നപ്പോഴാണ് ഈ ഷോറൂമിലേക്ക് ഓടിക്കയറുന്നത്. അവിടെയുള്ള ആളുകൾ, സ്റ്റാഫും അവിടെ ഡ്രസ്സ് വാങ്ങാൻ വന്നവരൊക്കെ ആകെ സ്തബ്ധരായി. പക്ഷെ മാന് നേരെ ഓടിപ്പോയത് ഈ ട്രയൽ റൂമിലേക്കാണ്. അവിടെ നിറയെ കണ്ണാടിയാണ്. ചുറ്റും മാനിന്റെ പ്രതിബിംബം, കുറെ മാനുകൾ നിൽക്കുന്ന പോലെയാണ്. അപ്പൊ അവിടെ നിന്ന് മാൻ അനങ്ങിയില്ല കുറെ നേരത്തേക്ക്. അപ്പോ നമുക്ക് തോന്നുന്നത് ഒരുപക്ഷെ മാൻ ഈ സ്വന്തം കൂട്ടത്തിലേക്ക് എത്തിപ്പെട്ടു എന്നോ മറ്റേ കരുതിയിട്ടുണ്ടാകും. എന്തായാലും അതിനുള്ളിൽ തന്നെ നിന്നു. വനപാലകരെ വിളിച്ചു. അവരെത്താൻ കുറച്ച് സമയമൊക്കെ എടുത്തു. പെട്ടെന്ന് എത്തിയില്ല. പക്ഷെ അവര് വന്ന് ഈ ട്രയൽ റൂമിൽ നിന്ന് മാനിനെ എന്തായാലും പിടിച്ചു കൊണ്ടുപോയി കാട്ടിൽ വിട്ടു. ഇതിനു മുൻപും ഇത്തരത്തിൽ ബത്തേരിയിലും കൽപ്പറ്റയിലും ഒക്കെ ടൗണിൽ മാൻ ഓടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഒരു ബ്രാൻഡഡ് ഷോറൂമിലേക്ക് തന്നെ പുള്ളിമാൻ ഓടിക്കയറി എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ഒരു കൗതുക കാഴ്ചയാണ്. വലിയ ചെറിയൊരു പേടമാനാണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഉള്ളിൽ കൂടിയൊക്കെ ഓടിയെങ്കിലും വലിയൊരു നാശനഷ്ടമൊന്നും ഉണ്ടാക്കിയില്ല എന്നാണ് അറിയുന്നത്. എന്തായാലും വനംവകുപ്പ് മാനിനെ സുരക്ഷിതമായി പിടിച്ചുകൊണ്ടുപോയി. ശരി, എന്തായാലും കടയ്ക്കുമട്ട നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പുള്ളിമാൻ എന്തായാലും സുരക്ഷിതമായി നായ്ക്കൂട്ടം ഓടിച്ചു വരികയായിരുന്നു. ജീവനും കയ്യിൽ പിടിച്ചാണ് ആ കടയിലേക്ക് ഓടിക്കയറിയത്. അവിടെ എത്തിയപ്പോഴാണ് അതിലും വലിയ കൗതുകം. ഒരു കണ്ണാടി കാണുന്നു, ഒരുപാട് മാനുകൾ ചുറ്റും കാണുന്നു. അത് കണ്ടങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച അതിലേറെ കൗതുകമുള്ള